ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ചാനലിനും സംഭവിക്കുന്നുണ്ട്. ഉള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ടായിട്ടും നമ്മളെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതും നമ്മളെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നതും നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. ശരിയല്ലേ കൂട്ടുകാരെ? നിങ്ങളെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ വരവും പോക്കുമൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക? അപ്പം അത് മാനസികമായിട്ട് നമ്മളെ വളരെയധികം തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അവർ ശ്രദ്ധിക്കാതിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ചെവി കൊടുക്കാതിരിക്കുക, വെറുതെ കേട്ടു എന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും മെൻ്റലി, അല്ലേ? ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മൾ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനാണ് ശ്രമിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അത് കണ്ടിട്ടായിരിക്കും, അല്ലെ അതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ശരിക്കും വരുന്നൊരു വസ്തുത എന്ന് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുത്തില്ല എങ്കിൽ നമ്മളെ കാണുന്ന ഒരാൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരാൾക്കാർ നമുക്ക് ആ റെസ്പെക്റ്റ് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. മറ്റുള്ളവരെപ്പോഴും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്, നമ്മളെ അവഗണിക്കുകയാണ്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളവിടെ മറ്റുള്ളവരെയല്ല കുറ്റം പറയേണ്ടത്. നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ മോശമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ നമുക്കവിടെ യാതൊരു വാല്യൂവും ഉണ്ടാവില്ല. ശരിയല്ലേ കൂട്ടുകാരെ? മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബിഹേവിയർ, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റ്. എല്ലാ കാര്യങ്ങളെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് വലിഞ്ഞു കയറി ചെല്ലാറുണ്ടോ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് തലയിടാറുണ്ടോ, പിന്നെ നമ്മുടെ ബൗണ്ടറീസ്, നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബൗണ്ടറീസ് കാണുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് മറ്റൊരാൾ നമുക്ക് തരുന്ന വാല്യൂ എങ്ങനെയാണ് എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ അവർ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂസ് തരണമെങ്കിൽ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂവും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു റെസ്പെക്റ്റും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറീസ് ക്ലിയർ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പല കാര്യങ്ങളും ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ആ ബൗണ്ടറീസിൽ എങ്ങനെയാണ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. എസ് പറയേണ്ടടുത്ത് എസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ബൗണ്ടറീസ് കറക്റ്റ് അല്ല. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മുടെ ബൗണ്ടറീസ് കറക്റ്റ് അല്ല എങ്കിലും, നോ പറയേണ്ടടുത്ത് നോ പറയാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ യാതൊരു വാല്യൂവും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബൗണ്ടറീസാണ് നമ്മൾ ആദ്യം റീസെറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് വേയിലാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കറക്റ്റായിട്ട് അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആയി കഴിഞ്ഞാൽ, മറ്റുള്ളവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ, എല്ലാവർക്കും വേണ്ടി എപ്പോഴും യെസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരു നൈസായിട്ടുള്ള പേഴ്സൺ ആവാം, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകും, എന്നെ എല്ലാവരും സ്നേഹിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നാൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പോകെ നമ്മുടെ വാല്യൂ അവിടെ കുറയുന്നതായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അല്ലെ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടും ഉണ്ടാകും. എപ്പോഴും നമ്മൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും അവൈലബിൾ ആകുകയും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും യെസ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കായിട്ട് കിട്ടേണ്ടത് ഒരു റെസ്പെക്റ്റോ ഒരു വാല്യൂവോ ഒന്നും തന്നെ നമുക്ക് പോകെ കിട്ടുകയുമില്ല. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നോ വൈകിയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുക. ഇനി നമ്മൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും അവർ അപ്പുറത്തുനിന്നൊരു വിളി വരുമ്പോഴോ ഒരു കോള് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോഴോ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമ്മളെ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ അവർക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. ഞാനീ പറയുന്ന കാര്യം എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആകുന്ന പോലെ ഓപ്പോസിറ്റുള്ള ഒരാൾ, എ ടു ഇസഡ് ആരും ആയിക്കൊള്ളട്ടെ, ഓപ്പോസിറ്റ് ഒരാൾ നമുക്ക് എത്രത്തോളം അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പൊട്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാകും.
അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും. എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് അങ്ങ് സ്നേഹം കൂടും, അല്ലെ ഞാനൊരു നൈസ് പേഴ്സൺ ആയിരിക്കും എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവർ കാണും. പക്ഷേ അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് വേണ്ടാന്ന് വെക്കാൻ വളരെ ഈസിയാണ്. നമ്മളൊരു കാര്യം അവിടെ ചിന്തിക്കണം. നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മെനക്കെടുത്തുന്നതും. നമ്മുടെ കൺമുൻപിൽ ഒരു കാര്യമുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, അതവിടെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാമല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്, അല്ലേ? ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. എല്ലാവരും അല്ലെങ്കിൽ പോലും ഒരു 100-ൽ ഒരു 90% അല്ലെങ്കിൽ 80% ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ചില സമയങ്ങളിൽ എപ്പോഴും നമ്മുടെ അടുത്ത് എങ്ങനെയാണ് അവർ ആദ്യം മുതൽ നിൽക്കുന്നത് അതേപോലെ തന്നെ അവസാനം വരെ നമ്മുടെ കൂടെ കാണും. പക്ഷേ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ നിൽക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ ബ്രേക്ക് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ആ വാല്യൂസും റെസ്പെക്റ്റും ഒക്കെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എല്ലാ കാര്യത്തിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടുന്ന സമയങ്ങളിൽ അവൈലബിൾ ആയില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. എങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മുടെ ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുകയുള്ളൂ. ശരിയല്ലേ കൂട്ടുകാരെ? ഞാനീ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഓരോ പ്രോസസ്സിങ് സ്റ്റേജിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ പറയുന്ന അനുഭവങ്ങൾ ആർക്കെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുക. കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ശബ്ദമുയർത്തി വളരെ ഉറക്കെ മറ്റുള്ളവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നമ്മളൊരു മറ്റുള്ളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അത്രയും കോൺഫിഡൻ്റ് അല്ല എങ്കിൽ പോലും മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒരു സൊസൈറ്റിയിലോ അത് വേറെ എവിടെ ആയിക്കൊള്ളട്ടെ അവിടെ നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കാൻ പഠിക്കുക. അതിൽ മെയിനായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ സൊസൈറ്റിയിലോ ഒക്കെ പവർഫുള്ളായിട്ടുള്ള ഒരാളായിരിക്കും, 100% അറിവുള്ള ഒരാളുമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും നമ്മൾ ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കണം, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര ശതമാനം ആണെങ്കിലും മറ്റുള്ളവരത് കേൾക്കണമെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതേപ്പറ്റി സംസാരിക്കാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വാല്യൂം ഈ സൊസൈറ്റിയിൽ നിന്നോ മറ്റുള്ളവരുടെ അടുത്തു നിന്നോ നമുക്ക് കിട്ടുകയില്ല. നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഐ കോണ്ടാക്റ്റ്, നമ്മുടെ ടോണ്, നമ്മുടെ ചലനങ്ങൾ ഒക്കെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദേഷ്യപ്പെടുകയോ വളരെ ശബ്ദമുയർത്തി സംസാരിക്കുകയോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഐ കോണ്ടാക്റ്റ് വെച്ച് ഒരു നല്ല രീതിയിലുള്ള ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ആണെങ്കിൽ നല്ല ആക്ഷൻസിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളോട് 100% വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയുന്ന കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ നമുക്ക് 100% ഉറപ്പ് വേണം. എങ്കിൽ മാത്രമേ ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാനും സാധിക്കുകയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളെ തന്നെ ഒരു വാല്യൂ കൊടുക്കുക. റെസ്പെക്റ്റും വാല്യൂ നമുക്ക് തന്നെ കൊടുത്തില്ല എങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ ഇത് നമുക്ക് തരില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എപ്പോഴും. നമ്മൾ മോശപ്പെട്ട അവസ്ഥയിൽ മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ബിഹേവിയർ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഓക്കെ, അതിന് നമ്മൾ തന്നെ ഒരു എക്സ്ക്യൂസ് നമ്മൾ തന്നെ അങ്ങ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും ഡിസർവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ ഈ സൊസൈറ്റിയിൽ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കൊടുക്കുന്ന റെസ്പെക്റ്റും വാല്യൂ ആണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും മറന്നു പോയിട്ടും ഉണ്ടാകും. ശരിയല്ലേ?
ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രശ്നം മറ്റുള്ളവരുടേതല്ല, നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെപ്പറ്റി ഒരു വിശ്വാസം വേണം. നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. നമ്മുടെ എബിലിറ്റീസ് എന്തൊക്കെയാണോ എന്നുള്ളത് അതിനെയും ഒരിക്കലും കുറച്ച് കാണില്ല. ഓരോ മനുഷ്യരും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പേഴ്സൺസ് ആണ് അല്ലേ? ഓരോരുത്തരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കുള്ള കഴിവുകൾ എന്താണോ, നമ്മുടെ തിങ്കിങ് ഏത് ലെവലിലാണോ പോകുന്നത്, അതൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ളത് ചിന്തിക്കണം. ഒരിക്കലും നമ്മുടെ കഴിവുകളെയോ ഒന്നിനെയും നമ്മൾ കുറച്ച് കാണാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂവും റെസ്പെക്റ്റും നമ്മൾ തന്നെ ഫസ്റ്റ് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ സൂപ്പറാണെന്ന് മറ്റുള്ളവരെയും കൊണ്ട് പറയിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടമാകുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെയാണ്. ശരിയല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പല ചേഞ്ചസും നമ്മുടെ ലൈഫിൽ വരുത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ നമ്മൾ? അല്ല, ശരിക്കും പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളൊക്കെ ലൈഫിൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും അല്ലേ? ചേഞ്ച് ചെയ്യണം, ഫുള്ളി ചേഞ്ച് ചെയ്യേണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ക്യാരക്ടറിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ നല്ലതാണ്, നമ്മൾ സൂപ്പറാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ചേഞ്ച് വരുത്തിയാലും അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് സത്യമല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം മാറ്റിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കത്തില്ലേ? മറ്റുള്ളവരെ കൊണ്ട് എന്നും നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാലോ? ശരിക്കും പറഞ്ഞാൽ അവിടെ ലോസ് സംഭവിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് ആരാണോ അവർക്കാണ് അവിടെ ലോസ് സംഭവിക്കുന്നത്. ഈ നല്ലത് എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും നമ്മളെ വിട്ട് പോകില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ലെ, അവർ എല്ലാ കാലവും നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? അവർ ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ അല്ലെ നമ്മുടെ ഒറിജിനൽ ഒരു നേച്ചർ പുറത്തു വരുന്ന സമയത്ത് ആ മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? നമ്മളിനി ഈ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതായിട്ട് ആക്ട് ചെയ്താലും അല്ലെ മറ്റുള്ളവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ തോന്നിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മറ്റുള്ളവർക്ക് തന്നെ തോന്നും അവന് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഇല്ല, അവന് സ്വന്തമായിട്ടൊരു നിലപാടില്ല എന്ന് മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ. അവിടെയും അവരും നമ്മളെ യാതൊരു റെസ്പെക്റ്റും വാല്യൂ ഇല്ലാത്തൊരു പേഴ്സണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിനി എത്രയൊക്കെ മോശം ചെയ്താലും നമ്മൾ എന്താണോ നമ്മുടെ റിയൽ ക്യാരക്ടർ അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ മുൻപിലോ ഫ്രണ്ട്സിൻ്റെ മുൻപിലോ മറ്റുള്ളവരുടെ മുൻപിലോ ആരുടെ മുൻപിലോ ഒരു വാല്യൂ ഉണ്ടാകുകയുള്ളൂ. ചില സമയങ്ങളിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളാണ് ചെയ്തത് ശരിയെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ നിലപാടുകൾ മാറ്റുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാറ്റുമ്പോൾ ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ നഷ്ടമാകുന്നത്. ഇന്ന് നമ്മൾ നല്ലതെന്ന് പറയുന്ന ആൾക്കാർ തന്നെ നാളെ നമ്മൾ ഒരു പേഴ്സണാലിറ്റിയും ഇല്ല, ഒരു നിലപാടും ഇല്ലാത്ത ഒരാളാണെന്ന് പറയുക തന്നെ ചെയ്യും. നിങ്ങളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാരണം നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ചുകൾ കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. നമ്മളെപ്പോഴും റിയലായിട്ട് നിൽക്കുക, ആ റിയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെട്ട് കൂടെ വരുന്നവർ മതി എന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുക. നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക, നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി ടോട്ടൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആകുക, മറ്റുള്ളവരുടെ നല്ല ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കളയുക. അപ്പം തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ തന്നെ ഒരു വാല്യൂവും റെസ്പെക്റ്റും ഒക്കെ തിരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ നല്ല നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, കോൺഫിഡൻറ്റോടു കൂടി സംസാരിക്കുന്നു, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുന്നു. ശരിയല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പുറകെ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുമോ. ബി ഹാപ്പി.